കാലമാടെ ഫസ്റ്റ് ബസ്സിന് ടൗണിലേക്ക് പോകണമെന്ന് തോന്നണേ. നമ്മുടെ ജീവിതം കുളം തോണ്ടിയിടാ. എന്താ അങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ വരട്ടെ, വന്നിട്ട് ചാടിക്കാം. വിടരുതവനെ. ഈ കൊച്ചുവളപ്പങ്കാലെ തന്നെ ഇങ്ങോട്ടാ ഒരുങ്ങി കുട്ടപ്പനായിട്ട് കാര്യം പറയുന്ന പാടുന്ന പ്രശ്നമേ ഇല്ല. നീ എവിടേക്കാ പോണത് പറയടാ. ടൗണിലേക്ക്. ടൗണിലേക്കോ? ടൗണിലേക്കോ? എന്തിനാ നീ ടൗണിലേക്ക് പോകുന്നത്? ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞതാ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. ഇനിയിപ്പൊ ടൗണിൽ ചെന്ന് പ്രശ്നം വഷളാക്കി ഞങ്ങളെ കുത്തുവെള്ളം എടുപ്പിക്കണോടാ. മാറി നിൽക്ക്. ആരെതിർത്താലും ഞാൻ പോവും. പറയാനുള്ളതവളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഒരു ഉറപ്പ് ഞാൻ തരാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങളുടെ ജോലി പോയില്ല. പോരെ? മുരളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റയും കൂടി വാങ്ങിച്ചോളൂ, ഞങ്ങളുടെ കഞ്ഞിലിടാൻ. അവിടെ പോവാം. എന്താ നീ നാക്ക് പിടിക്കുന്നില്ലേ? നാക്കിറങ്ങി പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവിടെ വെച്ച് തന്നെ പറയാം. ചക്കരക്കല്ല് കരുണാട്ടാ കേസിൽ CID ഉണ്ണികൃഷ്ണൻ BA B.Ed. സന്ധ്യ, എന്താ കാലത്ത് തന്നെ ടൗണിൽ? സത്യത്തിൽ വന്നത് കുറച്ച് നാളെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. ഹായ് സന്ധ്യ. ഹായ്. കൂടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ആരാടി ഇത്? ഞാൻ പറയാം, കോഴിക്കള്ളൻ. അയ്യോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത മഹാൻ അല്ലേ? എന്നെ എന്തിനു നുള്ളുന്ന്? നീ തന്നെ പറഞ്ഞെന്ന കാര്യങ്ങളല്ലേ? അയ്യോ, കുശാലായി. എന്നെ ഇന്ന് അവള് നുള്ളി തിന്നും. പൊയ്ക്കോട്ടെ. വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? അതെ, വീട്ടിൽ ഞാൻ പോയിട്ട് പറഞ്ഞോളാം. പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയാം, സ്റ്റിൽ ഷീ ഹാസ് ലവിങ് മീ. സന്ധ്യ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായോ? എന്താ സാർ, എടുക്കട്ടെ? നല്ല എനമ. മുഴുത്ത 4 എണ്ണം. ഇല്ല, സത്യം മുഴുവനും പറയാതെ ഞങ്ങൾ ഈ കോഴിയെ തൊടില്ല. മോഷ്ടിച്ചതല്ലടാ, എന്റെ പെറ്റമ്മ സത്യം ഞാൻ വാങ്ങിച്ചതാ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് തീറ്റിക്കണമെന്ന് തോന്നി. തിന്ന് 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 തിന്ന്. അല്ല, ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെയാണോ പറഞ്ഞത്? എടാ, മുഖത്ത് നോക്കാതെ പിന്നെ തലേ നോക്കിയാണ് പറയാ. വേണമെങ്കിൽ എടുത്തു ഞാൻ. പട്ടാപ്പകൽ പട്ടണത്തിലെ പൊതുനിരത്തിൽ വെച്ച് നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ ചങ്കൂറ്റുണ്ടായി? എനിക്ക് അതിലെ അത്ഭുതം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും നട്ടപ്പാതിരക്ക് നാട്ടുമുക്കിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരിയോ? കൂട്ടുകാരി? എടാ, ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവള് മാറി നിന്നു. എല്ലാരും നിങ്ങളെ പോലെ സ്വാർത്ഥന്മാരല്ലോ. നിശ്ചയിക്കണില്ല. ഞങ്ങൾ അല്പം സ്വാർത്ഥമായിട്ട്
സംസാരിച്ചു പോയി. എടാ അത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ലേ. എന്തായാലും ഞങ്ങൾക്കിപ്പോ സന്തോഷായടാ. ഞങ്ങളുടെ ജോലി ഭദ്രമായല്ലോ. നാളത്തെ ഞങ്ങളുടെ കൊച്ചുമലയാണ് നീയാ. തൃപ്തിയാടാ. അളിയാ സമ്മതിച്ചിരിക്കണു. അല്ല, കോഴിയിറച്ചി ഞങ്ങളെ തീറ്റിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ച ആ കൂട്ടുകാരിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ നീ? കൊടുത്തു. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. സന്ധ്യയ്ക്കും ഒരേ നിർബന്ധം. ആ, നീ കഴിച്ചോ? കഴിച്ചു. ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പകുതി അവൾക്കും പകുതി ഞാനും കഴിച്ചു. അതെന്താ നിന്റെ കാശ് തയ്ഞ്ഞില്ലേ? കാഷ് ഒക്കെ ഉണ്ടായിരുന്നു. എടാ അതാണ് റൊമാൻ. അത് കലക്കിയടാ. ബീച്ചിൽ പോയടാ. ഉവ്വ്. തട്ടിയും മുട്ടിയൊക്കെ നടന്നോ? ഉവ്വ്. ചുംബിച്ചോളെ. ഞങ്ങളോട് എന്തിനാണ് വിളിക്കുന്നത് പറയടാ. ഏയ്, ഇല്ല, അവള് കല്യാണത്തിന് ശേഷം മതി എന്ന് പറഞ്ഞു. മതിയടാ, അത് മതി. എന്തായാലും സ്വന്തമായിട്ടൊരു കാമുകിയെ നീ സമ്പാദിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഒന്ന് നിർത്തണ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ആ കോവാല മുതലാളിക്കിട്ട് ഞങ്ങളൊരു കളി കളിക്കും. അതെ, കളിക്കണം. ഡാ. എന്താ എടാ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ 20 മിനിറ്റ് ലേറ്റാ. ഹിന കിളവനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കോടാ. എല്ലാം പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യരുത്. ഓച്ചാനിച്ചും തൊഴുതും കൃത്യത കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ആസന്ന ഭാവിയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുരളിയുടെ കയ്യിൽ. പിന്നെ നമ്മളാര്, ഇയാളാര്? ശരിയാ, ഇപ്പോഴേ കിളവനൊന്നും ഒതുക്കിയാലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റൂ. വാടാ. അയ്യോ. ഈശ്വര. മുതലാളി വന്നുണ്ട്. ദേ കയ്യിലോട്ട് പോരെ, പതറരുത്. നിക്കവിടെ. ആർക്ക് മിണ്ടം വെക്കാൻ പോയിട്ടാടാ വരുന്നേ? സമയം എത്രയെന്നറിയാവോ? 9:30. അതിനെന്താ ലോകം അവസാനിക്കാറായോ? അല്ല, ഇപ്പൊ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തുപോയെന്ന് വിചാരിക്കുക, കൃത്യത പാലിക്കാൻ പറ്റുമോ? ജോലിക്കാരാണെങ്കിലും ഞങ്ങൾ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. അതാണ്. ഇൻകം ടാക്സിന്റെ പേപ്പർ അയച്ചു ആവോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. 18-ാം തീയതി അല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റി ഓഫീസിലെ പെറ്റീഷന്റെ കാര്യം നാളെ എങ്ങനെ അയക്കാം. പാടാ. മുഴുവനും കേട്ടില്ല, എന്നാലും മനസ്സിലായി. ഇതിനെങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? അതെ, കേൾക്കുന്ന ചെവിയേതാ? എന്തോ കേൾക്കുന്ന ചെവിയേതാന്ന്? കടുക്കനിട്ട ഈ ചെവി. ഇങ്ങൊന്ന് തന്തയ്ക്ക് പറഞ്ഞാ മതി. നാരായണൻകുട്ടി, ഇന്ന് ഇയാളം എടുത്തോണ്ട് പോടും. അല്ലെങ്കിൽ തന്നെ മില്ലിപ്പോവാൻ വൈകി. നീ എവിടെ പോയി കിടക്കാടാ കരുതേ? ഉടനെടുക്കാൻ പറഞ്ഞിട്ട് കൊടയമായേ, കുറെ നേരമായി ഞാൻ റോന്ത് വിറ്റാൻ തുടങ്ങിയിട്ട്. എന്നാ കുന്തം ഞാൻ 10 കിളുപ്പം. കിടുവയെ കണ്ടെന്ന് വരണ്ടെന്നുള്ളു. കടുവ 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 തന്നെയാടാ. ഇങ്കുണ്ടോ? ബ്ലാക്ക് ആണ്. അത് മതി. ഐസ്ക്രീം ഐസ്ക്രീം. ഐസ്ക്രീമോ? മനസ്സിലായി, ഞങ്ങൾ അറിഞ്ഞു. ബീച്ച് ബീച്ച്. ബീച്ചോ? എന്തായി പറയണേ? ബീച്ച് ഞങ്ങളോട് മാത്രം എല്ലാം പറഞ്ഞു. ക്ലോസ് ഫ്രണ്ട്സ് ആണേ. നിങ്ങൾ എന്തായി പറയണേ? ക്ലോസ് ഫ്രണ്ട്സോ? പൂച്ച പാല് കുടിച്ചത് ആരും അറിഞ്ഞില്ലെന്നാ ഭാവം. പഠിച്ച കള്ളിയാ. ബൈക്ക് സാറ് വരുന്നുണ്ട്, മൈൻഡ് ചെയ്യരുത്. വെയിറ്റ് ഇട്ടിരിക്കണം. പിന്നെ അല്ലാതെ ഇവനൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത്? ഹലോ, എന്താ പേര് പറഞ്ഞത്? മുമ്പേ പറഞ്ഞാണല്ലോ, MC പ്രകാശൻ, കുഞ്ചു. യെസ് മിസ്റ്റർ കുഞ്ചു. ഒരു നമ്പർ ഡയൽ ചെയ്യൂ. 777. സോറി, സ്വല്പം ബിസിയാണ്. ട്രൈ ചെയ്തോളൂ. മിസ്റ്റർ പ്രകാശ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഈ വിരലെടുത്ത് ഹോളിലിട്ടൊന്ന് കറക്കിയാ മതി. 777-477. എൻഗേജഡ് ആണല്ലോ. ബൈ ദ ബൈ, കുഞ്ചു പ്രകാശ്. പിന്നൊരാൾ ഡ്രൈവർ. എന്തായിരുന്നു ആളുടെ പേര്? സുരേഷ്. സുരേഷ്. യെസ് സുരേഷ്. നിങ്ങൾ 3 പേരെ കൂടാതെ
ആരാണ് അടുത്ത ക്ലോസ് ഫ്രണ്ട്? മുരളി. യെസ്, മുരളി. 4 സംഘം. 4 പട്ടാളം എവിടെയാണ് സംഘടിക്കാറ്? ഐ മീൻ ക്യാമ്പിംഗ്? അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. എങ്കിലും ചിലപ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആൽത്തറയില്. ഓ യെസ്, ഐ നോ ദാറ്റ് പ്ലേസ്. ക്ലാസ്സിൽ പോയില്ലേ? ഫസ്റ്റ് അവർ ക്ലാസ് ഇല്ല. ആ മനുവേട്ടാ, അമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സോറി, അല്പം ധൃതിയുണ്ട്. പിന്നെ ആവാം. ഉം. ഇന്ന് വൈകുന്നേരം ആൽത്തറയിൽ കാണും. ഓഫീസ് കഴിഞ്ഞ് മതി. കാണണം. ഷാർപ്പ് 5:30. ഐ വിൽ ബി ദേർ. ഓക്കേ? അവൾ എന്താടാ സംഭവിച്ചത്? അല്ല, സന്ധ്യ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? പറയടാ, ഇഷ്ടാന്ന് പറഞ്ഞോ? അല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കിഷ്ടമാണെന്ന് മനസ്സിലായി. അയ്യോ, അപ്പൊ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞതോ? കഴിച്ചില്ല. അപ്പൊ ബീച്ചിൽ പോയതോ? പോയില്ല. പിന്നെ നീ എന്താണ് ഒപ്പിച്ചത്? അവളിപ്പോ എല്ലാ കാര്യങ്ങളും മനു കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ശത്രുവിനെ വകവരുത്താൻ ടൗണിലുള്ള ഗുണ്ടകളും അയാൾ പാൽത്തറയിൽ എത്തിയിട്ടുണ്ടാവും. നിന്നെ ഒരുത്തനെ മാത്രം വിശ്വസിച്ചല്ലടാ ആ കിഴവ മുതലാളിന്റെ അടുത്ത് പോലും ഞങ്ങൾ ജാട ഇറക്കിയത്. ശ്ശോ, ദൈവമേ. 5:30 ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗുണ്ടകളുമായിട്ട് അയാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ടൗണിലുള്ള ഗുണ്ടകളുടെ തല്ലിന്റെ കരുത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ വെച്ച് ഒന്നനുഭവിച്ചതാ. ഇനിയിപ്പോ വീണ്ടും ഇല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തല്ലുകൊള്ളില്ല. ആൽത്തറയില് ഞാൻ തനിച്ചു പോകും. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. ഗുണ്ടകൾ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. തനിച്ചാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടാ മതി. ഇത് ഞങ്ങളുടെ കൂടി പ്രശ്നമാ. അഥവാ കൂട്ടത്തിലാണെങ്കിൽ ഒരു കൂട്ടയോട്ടമാണ് മുരളി എന്തുകൊണ്ട് നമ്മുടെ ശരീരരക്ഷയ്ക്ക് നല്ലത്. എന്റെ ഈശ്വര, ദൈവമേ, വെടിമരുന്നിന് തീ കൊടുക്കാനാണല്ലോ പോകുന്നത്. പൊട്ടുവോ? ഞാൻ മുരളി. ഹലോ, എവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ? അവർ വരില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങളല്ലേ? അതെ. ശാന്തതയിലാണ് തുടക്കം. ഒന്നും പറയാറായിട്ടില്ല കുഞ്ചു, എന്തും സംഭവിക്കാം. എന്റെ പ്രശ്നം നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ പരിഹരിക്കാൻ പറ്റൂ. എന്ത് പ്രശ്നം? അവരുടെ ക്ലോസ് ഫ്രണ്ടായ സ്ഥിതിക്ക് മിസ്റ്റർ മുരളി നിന്ന് ഞാൻ ഒന്നും വിളിക്കുന്നില്ല. എനിക്ക് സന്ധ്യ ഇഷ്ടമാണ്. അറിയില്ലേ സന്ധ്യയെ? അറിയാം. പണവും പത്രാസും ഉണ്ടെന്നല്ലാതെ പഠിത്തമല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. കണക്കുമാഷുമായുള്ള യുദ്ധത്തിൽ 8ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി. സോറി, ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട്. ഊണിന് മുമ്പ് 2 പെഗ് ശീലമുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കാൻ ഒരു ധൈര്യത്തിന് വേണ്ടി 2 എണ്ണം കൂടി വീശി. ഏതായാലും തല്ലിന് സാധ്യതയില്ല. ഉപദേശിച്ച് നന്നാക്കുക. നന്നായാ മതിയായിരുന്നു. പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ അല്പസ്വല്പം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഓപ്പൺ ആയിട്ട് പറയാം. റാപ്പിഡെക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് നേടിയതാ ഇതൊക്കെ. എനിവേ, ഐ ലവ് ഹെർ. പക്ഷേ കോംപ്ലക്സ് കാരണം മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ ഒരു മടി. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ആകുമ്പോൾ കൂടുതൽ സൗകര്യമായി. കാരണം അവർക്കവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഒരു സത്യം ഉറപ്പാ, അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടറിയണം. ശരിയാ, അത് നേരിട്ടറിയണം. നമുക്ക് എന്നതിനും അറിയാം. ഇപ്പൊ തന്നെ വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ സാവകാശം മതി. വേണ്ട, ഇപ്പൊ തന്നെ അറിയണം. ഇപ്പോഴോ? ട്യൂഷൻ കഴിഞ്ഞ് അവൾ വരണ സമയമായി. അങ്ങോട്ട് പോയ നേരിൽ കണ്ട് ഇഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ അറിയാം. വരും. ധൃതിയില്ല. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ധൃതി? അല്ല, ഇഷ്ടമാണെന്ന് നേരത്തെ അറിഞ്ഞാൽ സന്തോഷിക്കാമല്ലോ, അല്ലെങ്കിൽ വെറുക്കാമല്ലോ. കറക്റ്റ്. എനിവേ, ഇഷ്ടമാണെന്ന് അവിടെ നിന്ന് മൂളി കിട്ടിയാൽ ആർഭാടത്തോടെ ഉടനെ കല്യാണം. കമോൺ. അവനും കയറ്റിക്കൊണ്ടാ പോണത്. ഇനിയിപ്പോ ദൂരെ എങ്ങനെ കൊണ്ടുപോയി തല്ലാനാവോ? അതിനും സാധ്യതയുണ്ട്. വാടാ. അയ്യോ, തല്ലാൻ വരുന്നേ. ധൈര്യം ഉണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേടാ. ഓട്ടാണോ? പ്രകാശ ഒന്ന് നിൽക്കൂ. എന്താ എന്താ? എവിടേക്കാ ഈ പടയോട്ടം? ഒരു മധുരപ്രേമത്തിന്റെ മഹാദുരന്തം നേരിട്ട് കാണണമെങ്കിൽ ഈ കൂട്ടയോട്ടത്തിൽ പങ്കാളിയാക്കൂ. ഓടി വാടാ. അയ്യോ, ലേറ്റായി. നിങ്ങളുടെ ഫീൽഡിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ?
ഉണ്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പുതിയ പദ്ധതി അടയ്ക്കുന്ന തുക അപ്പൊ തന്നെ മടക്കി കൊടുക്കും. ഓഹോ. പിന്നെ ഇൻട്രസ്റ്റ് തവണകളായി അയച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അത് തന്നെ ഇത് ആദ്യത്തെ സംഭവം. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാ സന്ധി വരുന്നടാ. എവിടെ എവിടെ? ആ, എല്ലാം ഞാൻ പറയാം. ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ അറിയാം. സന്ധ്യ, നേരിട്ട് ചെന്ന് മാപ്പ് പറയിപ്പിക്കുക. ഛേ, മുരളി അത് ചെയ്യില്ല. ആ കാണാം. കാണാൻ കാത്തിരിക്കായിരുന്നു. ഇഷ്ടമാണോന്ന് അറിയണത്രേ അയാൾക്ക്. വലിയ കാശുകാരനാ, സുന്ദരനും. ഇഷ്ടമാണെന്ന് മോളിയ അപ്പ കല്യാണം അത്രേ. നേരിട്ടറിയാൻ കാത്തിരിക്ക അയാള്. ഗാഢമായ ഒരു ആലിംഗനം പ്രതീക്ഷിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു സ്വീറ്റ് കിസ്സെങ്കിലും. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടും. താമസിയാതെ പിടിക്കാം. ഒന്നിങ്ങ് വന്നേ. എന്ന് മുതൽ ഈ ബ്രോക്കർ പണി തുടങ്ങിയത്? എത്രയാ കമ്മീഷൻ? തുക അറിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഏൽപ്പിക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പൂവാലച്ചക്കൻ കത്തയച്ചിരുന്നു. മറുപടി ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. എനിക്കിഷ്ടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടാ. എന്താടാ നിന്നെ അവള് ചീത്ത വിളിച്ചോ? ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്നോ? ഏയ്, അങ്ങനെ പറയാൻ വഴിയില്ല. അതേടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആഹാ. നിന്നെ ഇഷ്ടം. സന്ധ്യ, I love you.